റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ മാധ്യമങ്ങളോട് സംസാരിക്കും. ശക്തമായ മഴയില്ല, അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആദ്യത്തെ 2 ദിവസങ്ങളിലൊക്കെ വലിയ ഏകോപനക്കുറവുണ്ടായി. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുള്ള ഇടപെടലൊക്കെ മോശമായിരുന്നു എന്ന് പറയുന്നു. പ്രത്യേകിച്ച് ജനപ്രതിനിധികൾ പോലും പരാതിപ്പെടുന്ന സാഹചര്യം. ഏത് പരാതി ആര് പറഞ്ഞാലും അത് അത്തരം പരാതികൾ പറയുന്നത് ക്രിയേറ്റീവായിട്ടാണെങ്കിൽ, പോസിറ്റീവായിട്ടാണെങ്കിൽ ആ പരാതി കേൾക്കാനും അത് പരിഹരിക്കാനും ഗവൺമെന്റിന്റെ മടിയില്ല. ഇവിടെ ഉണ്ടായൊരു സാഹചര്യം നിങ്ങൾ ഓർക്കണം. 31-ാം തീയതി രാത്രി 2:30 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഇടുക്കിയിലും കോട്ടയത്തും ഉരുൾപൊട്ടലുണ്ടായത്. അതേ സമയത്ത് തന്നെയാണ് പത്തനംതിട്ടയിൽ മഴയുണ്ടായത്. 1-ാം തീയതി രാവിലെയോടുകൂടിയാണ് നമ്മൾ ക്യാമ്പുകൾ ആരംഭിക്കുന്നത്. പ്രധാനപ്പെട്ട ക്യാമ്പുകളൊക്കെ ആരംഭിക്കുന്നത് 1-ാം തീയതിയാണ്. 31-ാം തീയതി ഉരുൾപൊട്ടിയ ഇടുക്കിയിലും അതുപോലെ തന്നെ മണ്ണിടിഞ്ഞ് ആ 2 പേരും മരിച്ച കോട്ടയത്തുമൊക്കെ വളരെ മണിക്കൂറുകൾക്കകം തന്നെ അവരുടെ ബോഡി കണ്ടെത്താനും, 4 പേരാണ് അങ്ങനെ മരിച്ചത്. 4 പേരുടെയും രാവിലെ തന്നെ എല്ലായിടത്തും തെരച്ചിലിന് ഉള്ള നിർദ്ദേശം കൊടുക്കുകയും രാവിലെ പുലരുന്നതിന് മുമ്പ് തന്നെ ബോഡി കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഒരാളത് മാത്രമാണ് അല്പം വൈകി കണ്ടെത്തിയത്. അതുപോലെ തന്നെ ക്യാമ്പിന്റെ കാര്യത്തിൽ എവിടെയൊക്കെയാണോ ക്യാമ്പ് വേണ്ടത് അവിടെയൊക്കെ ക്യാമ്പ് നടത്താനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അത് ആവശ്യമായ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തി. 1-ാം തീയതിയാണ് ആലോചിക്കുന്നത്. ഇന്ന് 4-ാം തീയതിയാണെന്ന് പറഞ്ഞു. ഇന്നലെ 3-ാം തീയതി ആയിരുന്നു. അപ്പോൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് എല്ലായിടത്തും ക്യാമ്പിനകത്ത് ഇന്നലെ ആളുകൾ പോകാൻ തുടങ്ങി. ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ അവരുടെ വീടുകളിലേക്ക് തിരിച്ചു പോകാൻ തുടങ്ങി. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടുള്ള ഈ ഒരു പ്രളയത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ചെയ്തതിനപ്പുറത്ത് വല്ല നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് സ്വീകരിക്കും. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങളും മടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് ചെയ്യും. അതിലൊന്നും ഒരു പ്രയാസവുമില്ല. ഇവിടെ ഒരു ക്യാമ്പിൽ നിന്നാണ് ആകെ ഒരു പ്രയാസം വന്നത്. ആറന്മുള ക്യാമ്പിൽ നിന്ന് പ്രഭാത ഭക്ഷണം എത്തുന്നതിന് അല്പം വൈകി എന്നുള്ള പരാതി വന്നു. ആ സമയം തന്നെ ഞാൻ കളക്ടറുടെ കാര്യങ്ങൾ അന്വേഷിച്ചു. പ്രഭാത ഭക്ഷണം ഒരുപാട് പേർക്കായതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് വെച്ച് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. 10 മിനിറ്റിനകം പ്രഭാത ഭക്ഷണം എത്തുമെന്ന് പറഞ്ഞു. അവിടെ എത്തി. വേറെ ഏതെങ്കിലും പരാതികൾ അതുപോലെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. മറ്റേ ഇത് കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയാണ് പാളിച്ച ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്. ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല രീതിയിൽ മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ്, ഞാൻ ചോദിക്കും, മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മീറ്റിംഗ് എടുത്തു. എല്ലാ വിഭാഗം, അത് BSF ആയാലും ആർമി ആയാലും NDRF ആയാലും എല്ലാ സേനാ വിഭാഗങ്ങളുടെയും ഈ നമ്മുടെ റീജിയനിലുള്ള തലവന്മാർ ആ മീറ്റിംഗ് പങ്കെടുത്തു. മൺസൂൺ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ജില്ലകളും പ്രിപ്പയർഡായിരുന്നു. NDRFന്റെ ടീമുണ്ടായിരുന്നു. ഏത് അടിയന്തര സാഹചര്യം നേരിടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ജില്ലാ തലത്തിൽ ഞങ്ങൾ റവന്യൂ പ്രത്യേക മീറ്റിംഗ് എടുത്തു. ജില്ലാ കളക്ടേഴ്സിന് നിർദ്ദേശം നൽകി. തഹസിൽദാർമാരോട് നിർദ്ദേശിച്ചു. എല്ലാ വില്ലേജ് ഓഫീസർമാർക്കും നിർദ്ദേശം കൊടുത്തു. പഞ്ചായത്തുകളിൽ നമുക്ക് കെട്ടിടം കണ്ടെത്തണം. എവിടെയെങ്കിലും ക്യാമ്പ് ആരംഭിക്കുന്നുള്ള കെട്ടിടം നേരത്തെ കണ്ടെത്തണം. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുള്ള സൗകര്യം ഉണ്ടാവണം. ഇതൊക്കെ പ്രിപ്പയർഡാണ്. ഇതല്ല ഇതിനപ്പുറത്ത് എന്തെങ്കിലും വേണമെന്നാണ് പറയുന്നെങ്കിൽ അതും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടിയില്ല.